പലർക്കും അറിയാത്ത ജാക്കി ചാന്റെ കഥ. ദാരിദ്ര്യത്തിൽ നിന്നും ലോകം കീഴടക്കിയ ആക്ഷൻ ഹീറോയിലേക്കുള്ള ജൈത്രയാത്ര. ഡൂപ്പില്ലാത്ത ഫൈറ്റിംഗ് രംഗങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. മിഥുൻസ് മണി മാർക്കറ്റ്. സ്റ്റോപ്പ് ഡ്രീമിംഗ്, സ്റ്റാർട്ട് ട്രേഡിംഗ്. 1954 ഏപ്രിൽ 7 ഹോങ്കോങ്ങിലെ ഒരു ചെറിയ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ചാൻ കോങ് സാങ് എന്ന ബാലന്റെ ജീവിതം കണ്ണിലും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു. അച്ഛനോ അമ്മയോ കൂടെയില്ലാതെ ഒരു അക്കാദമിയിൽ 10 വർഷം കഠിനമായ ശിക്ഷകൾക്കിടയിൽ വളർന്ന ആ കുട്ടി ഇന്ന് സിനിമയിലെ മരണത്തെ തോൽപ്പിക്കുന്ന സ്റ്റണ്ടുകളിലൂടെ ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. ജാക്കി ചാന്റെ ആരും അറിയാത്ത പോരാട്ടത്തിന്റെ കഥയാണിത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ജാക്കി ചാൻ എന്ന ആക്ഷൻ ഇതിഹാസത്തിന്റെ തുടക്കം നമ്മൾ വിചാരിക്കുന്നതിലും കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. 1954 അദ്ദേഹം ജനിച്ചപ്പോൾ ആശുപത്രിയിലെ പ്രസവ ബില്ല് അടയ്ക്കാൻ പോലും ആ കുടുംബത്തിന്റെ പക്കൽ പണമില്ലായിരുന്നു. ഏകദേശം 12 പൗണ്ടോളം തൂക്കമുണ്ടായിരുന്ന ജാക്കിയെ പുറത്തെടുക്കാൻ ഒരു ശാസ്ത്രജ്ഞത്തിന് ആവശ്യമായി വന്നു. സാമ്പത്തികമില്ലാത്തതുകൊണ്ട് നിസ്സഹായരായ ആ മാതാപിതാക്കൾ തന്റെ കുഞ്ഞിനെ ഒരു ബ്രിട്ടീഷ് ഡോക്ടർക്ക് വെറും $26 വിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഭാഗ്യവശാൽ അത് അറിഞ്ഞ അവരുടെ സുഹൃത്തുക്കൾ അവരെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവസാനം സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയ പണം കൊണ്ടാണ് ആ ആശുപത്രി ബില്ല് അവർ അടച്ചു തീർത്തത്. അന്ന് കടം വാങ്ങിയ ആ പണത്തിന് പകരം ഇന്ന് കോടികൾ സമ്പാദിക്കുന്ന ഒരു വലിയ മനുഷ്യനായി ജാക്കി ചാൻ വളർന്നു എന്നത് ചരിത്രം. 1954 ഏപ്രിൽ 7 ഹോങ്കോങ്ങിൽ ജനിച്ചു. മാതാപിതാക്കളായ ചാർസലും ലിലി ചാനും അദ്ദേഹത്തിന് ചാൻ കോങ് സാങ് എന്ന് പേരിട്ടു. ഹോങ്കോങ്ങിൽ ജനിച്ചവൻ എന്നാണ് ഇതിനർത്ഥം. ആദ്യകാല വിക്ടോറിയ പിക്കിലായിരുന്നു താമസം. പിതാവ് ഫ്രഞ്ച് എംബസിയിലെ പാചകക്കാരനും അമ്മ ഹൗസ് കീപ്പറുമായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് പിതാവിനൊപ്പം ഗുൻഫു പരിശീലിക്കുന്നത് ജാക്കിയുടെ ശീലമായിരുന്നു. ചൈന ഡ്രാമ അക്കാദമിയിലെ ജീവിതം. അക്കാദമിയിൽ ജാക്കിക്ക് 7 വയസ്സുള്ളപ്പോൾ പിതാവിന് ഓസ്ട്രേലിയയിലെ അമേരിക്കൻ എംബസിയിൽ ജോലി ലഭിച്ചു. ജാക്കിയെ ഹോങ്കോങ്ങിലെ ചൈന ഡ്രാമ അക്കാദമിയിൽ ചേർത്തു. അവിടെയാണ് ജാക്കി ചാൻ 10 വർഷം വളർന്നത്. അക്കാദമിയിൽ മാർഷൽ ആർട്സ്, അക്രോബാറ്റിക്സ്, പാട്ട്, അഭിനയം എന്നിവ പഠിച്ചു. കഠിനമായ അച്ചടക്കം ലംഘിച്ചാൽ കുട്ടികളെ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു. മാതാപിതാക്കളെ കാണാതെ വർഷങ്ങളോളം അദ്ദേഹം അവിടെ കഴിഞ്ഞു. ആദ്യ സിനിമ 8-ാം വയസ്സിൽ 7 ലിറ്റിൽ വാലിയന്റ് ഫൈറ്റേഴ്സ് എന്ന സിനിമയിലൂടെ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. പോരാട്ടത്തിന്റെ നാളുകൾ. വിദ്യാഭ്യാസം. 17-ാം വയസ്സിൽ അക്കാദമിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ജാക്കിക്ക് വായിക്കാനോ എഴുതാനോ അറിയില്ലായിരുന്നു. അക്കാലത്തെ ചൈനീസ് ഓപ്പറയ്ക്ക് പ്രചാരം കുറഞ്ഞതിനാൽ ജീവിക്കാൻ മറ്റു വഴികൾ തേടേണ്ടി വന്നു. അപകടകരമായ സ്റ്റണ്ടുകൾ ചെയ്യാൻ മടിയില്ലാത്തതിനാൽ സിനിമയിൽ സ്റ്റണ്ടുമാനായി പേരെടുത്തു. ജാക്കി ചാൻ സോമോഹങ്ങിനൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ ജിൻ പാൾ കമ്മിന്റെ കീഴിൽ ഹാപ്പിക് ഡോയിൽ പരിശീലനം നേടാനുള്ള അവസരം ലഭിച്ചു. ഒടുവിൽ ചാൻ ബ്ലാക്ക് ബെൽറ്റ് നേടി. കരാട്ടെ, ജൂഡോ, തൈക്കോണ്ടോ, ജിത് കുനേഡോ തുടങ്ങിയ ആയോധന കലകളിലും ജാക്കി ചാൻ പരിശീലനം നേടി. 5-ാം വയസ്സിൽ ബാലതാരമായി ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാണ് അദ്ദേഹം തന്റെ ചലച്ചിത്ര ജീവിതം ആരംഭിച്ചത്. 17-ാം വയസ്സിൽ ബ്രൂസ് ലീ ചിത്രങ്ങളായ ഫസ്റ്റ് ഓഫ് ഫ്യൂറി, എൻ്റർ ദി ഡ്രാഗൺ എന്നിവയിൽ സ്റ്റന്റ്മാനായി അഭിനയിച്ചു. 1973 ഹോങ്കോങ്ങിൽ ലിറ്റിൽ ടൈഗർ ഓഫ് കാൻഡൻ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ചു. സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ അദ്ദേഹം മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു. അവിടെ വെച്ചാണ് ജാക്കി എന്ന പേര് ലഭിക്കുന്നത്. 1976 ഹോങ്കോങ്ങിൽ നിന്ന് വിൻസെന്റ് ലോ എന്ന പ്രശസ്ത നിർമ്മാതാവിന്റെ ടെലിഗ്രാം ലഭിച്ചതോടെ അദ്ദേഹം സിനിമയിലേക്ക് മടങ്ങിയെത്തി. സ്നേക്ക് ഇൻ ദ ഈഗിൾസ് ഷാഡോ, ഡ്രാഗൺ മാസ്റ്റർ എന്നീ സിനിമകൾ വലിയ വിജയമായി. പിന്നീട് സ്വന്തമായി സിനിമകൾ സംവിധാനം ചെയ്യാനും അദ്ദേഹം തുടങ്ങി. ഹോളിവുഡ് റംബിൾ ബ്രോക്സ് എന്ന ചിത്രത്തിലൂടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. റഷ് അവർ, ഷാങ്ഹായ് നൂൺ എന്നിവ അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. നർമ്മം തുളുമ്പുന്ന ചടുല പ്രകടനങ്ങളിലൂടെ കോടിക്കണക്കിന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ജാക്കി ചാൻ എന്ന പ്രതിഭ. മിഥുൻസ് മണി മാർക്കറ്റ്. സ്റ്റോപ്പ് ഡ്രീമിംഗ്, സ്റ്റാർട്ട് ട്രേഡിംഗ്. വിജയത്തിലെത്തിയത് വെല്ലുവിളികൾ നിറഞ്ഞ പാതയിലൂടെയായിരുന്നു. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ, ആയോധന കലാ വിദഗ്ധൻ, ഗായകൻ എന്നീ നിലകളിലൊക്കെ മികവ് തെളിയിച്ചു. ജാക്കി ചാന്റെ ഏറ്റവും വലിയ ആരാധകർ കുട്ടികളാണ്. അതിനാൽ തന്റെ സിനിമകളിലൊന്നും അശ്ലീല പദപ്രയോഗങ്ങളോ ആഭാസരംഗങ്ങളോ പാടില്ല എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. മാതൃകാപരമായ ജീവിതശൈലി നയിക്കുന്ന ജാക്കി ചാൻ 2004 മുതൽ യുനിസെഫിന്റെ ഗുഡ് വിൽ പ്രചരണങ്ങളുടെ അംബാസഡറുമായി. നിങ്ങൾ മറ്റൊരാളാകാൻ ശ്രമിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. നിങ്ങൾക്ക് മികച്ച ഒരു നിങ്ങളാകാനേ കഴിയൂ. അനുഭവത്തിലൂന്നിയ ജാക്കി ചാന്റെ വാക്കുകൾ ഇന്നും ശ്രദ്ധേയമാണ്. ജാക്കി ചാൻ മികച്ച ഒരു ഗായകൻ കൂടിയാണ്. തന്റെ പല സിനിമകളിലെയും തീം സോങ്ങുകൾ അദ്ദേഹം തന്നെയാണ് പാടിയിട്ടുള്ളത്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ജാക്കി ചാൻ. ഹോങ്കോങ്ങിലെ യുവാക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി ജാക്കി ചാൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ചൈനയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കുട്ടികൾക്കായി 24-ലധികം സ്കൂളുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇതിനായി ഡ്രാഗൺ ഹാർട്സ് ഫൗണ്ടേഷനും പ്രവർത്തിച്ചു വരുന്നു. ലിക്നാൻ സർവകലാശാലയിലെ ജാക്കി ചാൻ ജിംനേഷ്യം പ്രകൃതി ദുരന്തങ്ങളിൽ ഇരയാകുന്നവർക്കുള്ള സഹായവും നൽകി വരുന്നു. പെർഫോമിംഗ് ആർട്സ് കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്തുണ നൽകുന്നു. ഹോങ്കോങ്ങിലെ ക്യൂൻ മേരി ഹോസ്പിറ്റലിന്
നൽകുന്ന സംഭാവനകൾ വലുതാണ്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ, ഫീസ്, യൂണിഫോം എന്നിവ നൽകുന്നു. മുതിർന്നവർക്ക് വസ്ത്രങ്ങൾ, വീൽ ചെയറുകൾ എന്നിവ വിതരണം ചെയ്തു വരുന്നു. ബിൽഡ് എ സ്കൂൾ ഫോർ $1 എന്ന പദ്ധതിയിലൂടെ ലോകമെമ്പാടുമുള്ള കുട്ടികളിൽ ദാനശീലം വളർത്തുന്ന പദ്ധതിയും നടപ്പാക്കി വരുന്നു. സിനിമാ ലോകത്തെ സമഗ്ര സംഭാവനകൾക്ക് 2016 അദ്ദേഹത്തിന് ആദരസൂചകമായി ഓസ്കർ പുരസ്കാരം ലഭിച്ചു. സ്വത്തിന്റെ പകുതിയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ജാക്കി ചാൻ മാറ്റിവെച്ചു. 2026 ഫെബ്രുവരി 21 ജാക്കി ചാൻ എല്ലാവർക്കുമായി സമർപ്പിച്ച കൺഗ്രാജുലേഷൻ ടു മൈസെൽഫ് എന്ന പുതിയ പാട്ട് പുറത്തിറക്കി. 2026 ചൈനീസ് പുതുവർഷത്തോടനുബന്ധിച്ച് അദ്ദേഹം തന്റെ ഡയറിയിലൂടെ എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും നേർന്നു. ഇനിയും ഒരുപാട് പുതുവർഷങ്ങൾ ആഘോഷിക്കാൻ ആരോഗ്യവും ആയുസ്സും ദൈവം നൽകട്ടെ ജാക്കി ചാൻ എന്ന പ്രാർത്ഥനയോടെ നന്ദി. ഒരു വ്യക്തി ഒരു ദിവസം 8 മണിക്കൂർ പണിയെടുത്താൽ കിട്ടുന്ന പണമാണ് അയാളുടെ സാലറി. ഞാൻ പറയുന്നത് പ്രൈമറി ഇൻകം ആയ നിങ്ങളുടെ സാലറിയെ കുറിച്ചല്ല, നിങ്ങൾക്ക് അതിനും കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സെക്കൻഡ് ഇൻകമിനെ കുറിച്ചാണ്. അതാണ് ട്രേഡിംഗ്. 24 മണിക്കൂറിൽ എപ്പോഴെങ്കിലും വെറും 1-2 മണിക്കൂറുകൾ മാത്രം ട്രേഡ് ചെയ്ത് നിങ്ങൾക്കും നല്ലൊരു തുക സെക്കൻഡ് ഇൻകമായി സമ്പാദിക്കാൻ കഴിയും. പക്ഷേ ട്രേഡിംഗ് ശരിയായ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് സാധിക്കൂ. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി 5000-ലധികം സക്സസ്ഫുൾ ട്രേഡേഴ്സിനെ സൃഷ്ടിച്ച മിഥുൻസ് മണി മാർക്കറ്റ് ട്രേഡിംഗ് അക്കാദമി UAE ഗവൺമെന്റിന്റെ KSDA അംഗീകാരമുള്ളതാണ്. മിഥുൻസ് മണി മാർക്കറ്റിന്റെ തികച്ചും സൗജന്യമായ ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻ നിങ്ങൾക്ക് എല്ലാ വീക്കെൻഡിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ട്രേഡിംഗ് നിങ്ങൾക്ക് പറ്റിയ ബിസിനസ് ആണോ എന്നറിയാൻ പണം മുടക്കേണ്ടതില്ല. ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. Midhun's Money Market. Stop dreaming, start trading.